അല്ല അതൊക്കെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് എന്തോരു അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ പോയി കാണും. ഒരു ഭരണകക്ഷി MLA സർക്കാരിനെതിരായിട്ട് പറയല്ലേ? അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സർക്കാരിനെതിരായി സംസാരിക്കല്ലേ? എല്ലാ പാർട്ടിക്കാരും പോയി കാണും അവിടെ പോകാൻ. അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പോയി കാണും, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ പോയി കാണും, കേൾക്കാൻ വേണ്ടി ആളുകൾ പോയി കാണും, പല രീതിയിൽ ആളുകൾ പോയി കാണും. ഞാനതിനെയൊന്നും തള്ളി പറയുന്നില്ല. അല്ലല്ല, അദ്ദേഹം അവിടുത്തെ MLA കൂടിയാണ്. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM വിച്ഛേദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ ഒരു പ്രതിഷേധമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അത് കേൾക്കാൻ ആളുകൾ പോയി. അതിലെന്താ തെറ്റ്? അല്ല, ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയിട്ടില്ല. അല്ലല്ല, ഞങ്ങള് അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല. അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും. അതേ 2 ദിവസമായില്ലേ ഉള്ളു. LDF-ലായിരുന്ന ഇത്രയും ദിവസം LDF-ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ മാറിയത്. മറ്റൊരു ആരോപണം, ഈ പല വിഷയങ്ങളിലും പല ജനകീയ വിഷയങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷവും തമ്മിൽ നെക്സസ് ഉണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിരുന്നു. അല്ല, അത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പ്രതിപക്ഷം ഉമ്മൻചാണ്ടി മുതൽ ഉള്ള മുഴുവൻ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുത്ത സർക്കാരാണിത്. ഉമ്മൻചാണ്ടിക്കെതിരെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെതിരെ, മുൻ മന്ത്രിമാരായ അനിൽകുമാർ, അടൂർ പ്രകാശ്, MP ആയ ഹൈബിയുടെതിരെ കേസെടുത്തു. എനിക്കെതിരായിട്ട് ഒരു കേസുണ്ടായിരുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി, ഡിവിഷൻ ബെഞ്ച് തള്ളി. എന്നിട്ട് എനിക്കെതിരായിട്ട് കേസെടുത്ത്, എന്നിട്ട് അത് ED-ക്ക് കൊടുത്തു കേസെടുക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ തമ്മിൽ സെറ്റിൽമെന്റ് ആണെങ്കിൽ ഞങ്ങൾക്കെതിരായിട്ട് കേസെടുക്കും സർക്കാർ. ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് നിരന്തരമായ കേസുകൾ എടുക്കുക, നിരന്തരമായി കേസുകൾ, മനസ്സിലായേ? എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരോട് ഏതെങ്കിലും ഒരു കേസ് എടുത്തോണ്ടിരാൻ പറയാണ് ഞങ്ങളെയൊക്കെ പറ്റി. അങ്ങനെ എടുക്കുന്ന ഒരു സർക്കാരാണ്. ഞങ്ങൾ ആ സർക്കാരിനെതിരായിട്ടും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസിന് പോയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ഫോറങ്ങളിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സർക്കാരിനെതിരെ സ്വീകരിക്കുന്നു, രാഷ്ട്രീയമായ സമരം ചെയ്യുന്നു. അദ്ദേഹം അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അല്ല, സഭയിൽ ഞങ്ങൾ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചെടുക്കും, നിലപാടെടുക്കും. അല്ല, അദ്ദേഹം എന്തായാലും LDF-ന്റെ ഭാഗമല്ലല്ലോ. ഇപ്പോൾ LDF-ന്റെ ഭാഗമല്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് ഞങ്ങൾ ഒരു നിലപാടൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് പിന്നിൽ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ CPM-ൽ നിന്ന് തന്നെ അസ്വസ്ഥരായ ആളുകൾ ഉണ്ട് എന്ന് പ്രതിപക്ഷം കരുതുന്നു. ഞാൻ കരുതുന്നത് CPM-ൽ ഇതൊക്കെ പറയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ പറയാൻ ധൈര്യമില്ല. അവരുടെ കൂടി നാവായി അൻവർ മാറിയായിരുന്നാണ് എനിക്ക് തോന്നിയത്. എന്റെ നിരീക്ഷണം, വ്യക്തിപരമായ നിരീക്ഷണം. അല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ CPM-നും സർക്കാരിനും ബന്ധമുണ്ടെന്ന് ഞങ്ങളല്ലേ ആരോപണം ഉന്നയിച്ച ആദ്യം. സ്വർണ്ണക്കടത്ത് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നു എന്നാണ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ അവകാശവാദമല്ലേ. അത് അദ്ദേഹം ചിലപ്പോൾ ആ കൂടെ പോയിരുന്നു കാണും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതൊക്കെ അവരുടെ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കിയ ആളെ കുറിച്ച് പിന്നെ അവർ പറയാതിരിക്കാൻ പറ്റുമോ? ഇത്ര ദിവസം പറഞ്ഞില്ല, 10-25 ദിവസം അവർ പോയി പറഞ്ഞു. ഓരോരുത്തർ പറഞ്ഞതിന് ഞാൻ മറുപടി പറയണതിന്, ഓരോ CPM നേതാക്കന്മാരും പറഞ്ഞതിന്. അല്ല, എനിക്കറിയില്ല. ഇനി ആരുടെയെങ്കിലും അദ്ദേഹം കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്ത അങ്ങനെ അല്ലെന്നേ. ഞങ്ങളിതൊക്കെ രാഷ്ട്രീയം അല്ലേ ഇത്. ഞങ്ങൾ ഈ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഭരണകക്ഷിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഞങ്ങൾ ഗൗരവതരമായി ഞങ്ങൾ നിരീക്ഷിക്കുകയും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഞങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അറിയിക്കാം.